എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കുട്ടിനാരായണന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഗിരിദേവൻ. അങ്ങനെ പകുതി വഴിക്ക് വന്നപ്പോൾ കഥ നിർത്തി. പിന്നീട് ഉണ്ണിമോട് ചോദിച്ചു, എന്താ ഗിരിദേവ കഥ നിർത്തിയത്? എനിക്ക് ബാക്കി കഥകളും കൂടെ കേൾക്കണമെന്ന് പറയാണ്. പിന്നീട് ഗിരിദേവൻ ബാക്കി കഥകളും കൂടെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ കുട്ടിനാരായണൻ ഇങ്ങനെ ഒരു ഉറിയടി മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് വീണ്ടും നിൽക്കുവാണ്. ഈ സമയത്ത് ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഗിരിദേവ, അല്ല എന്താ കുട്ടിനാരായണ, നിനക്ക് പങ്കെടുക്കണമെന്നില്ലേന്ന് ചോദിക്കണം. വേണ്ട, ഞാൻ പങ്കെടുക്കുന്നില്ല, ഞാനൊന്ന് പോയി പങ്കെടുത്തോട്ടെന്ന് ചോദിച്ചപ്പം അവരെന്നെ ആട്ടി ഓടിക്കുകയോ ചെയ്ത്. ഞാൻ കള്ളന്റെ മോനാണ് പോലും, അതുകൊണ്ട് എന്നെ പങ്കെടുപ്പിക്കില്ല എന്ന്. നീ ഭയങ്കര സങ്കടമായി കണ്ണാന്ന് പറയണേ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ പോയി മത്സരിക്കാൻ പറയാണ്. വേണ്ട, ഞാൻ പോണില്ല, വെറുതെ എന്തിനാ ഇനിയും പോയി നാണം കെടുന്നെന്ന് പറയണം. കുട്ടിനാരായണ വല്ലാത്ത വിഷമമായിപ്പോയി. ആ മത്സരത്തിൽ പങ്കെടുത്ത് അതിനകത്ത് പൊന്നാണയം കിട്ടുമായിരുന്നെങ്കിൽ തൻ്റെ അമ്മയുടെ വേദനകളൊക്കെ മാറ്റായിരുന്നു. തൻ്റെ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക ഉണ്ടാക്കി കൊടുക്കായിരുന്നു. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ആ 7 വയസ്സുകാരൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയത്ത് ഉറിയടി മത്സരം ഗംഭീരമായിട്ട് നടക്കുവാണ്. പെട്ടെന്ന് അവിടെ നിന്ന് കാണിയുള്ള ഒരാൾ നിന്നിട്ട് ഒരു സ്വർണ്ണമോതിരം അങ്ങോട്ട് കൊണ്ടേ വെക്കുവാണ്. അതെ, ഈ ഉറി അടിച്ച് പൊട്ടിക്കുന്ന ആൾക്ക് ഈ മോതിരം കൂടെ കിട്ടുമെന്ന് പറയണം. അപ്പൊ ചുറ്റും നിന്നവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. പൊട്ടിക്കുവാണെങ്കിൽ ഒരു മോതിരം കൂടെ കിട്ടുമല്ലോ. അപ്പൊ ഓരോരുത്തർ ഒന്ന് വീണ്ടും മത്സരിക്കാൻ തുടങ്ങി. പക്ഷെ ആർക്കും ഉറി പൊട്ടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നിന്നപ്പോഴാണ് കുട്ടിനാരൻ വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നത്. വീണ്ടും ഞാൻ ചോദിച്ചു, അതെ എന്നെ ഈ മത്സരത്തിലൊന്ന് പങ്കെടുപ്പിക്കുമെന്ന് ചോദിക്കണം. പറഞ്ഞു, എടാ നിന്നെയല്ലേ മുമ്പ് ഇവിടുന്ന് ഓടിച്ചു വിട്ടേ, നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് ചോദിക്കണം. പെട്ടെന്നൊരു കൊച്ചു പറഞ്ഞു, അതെ ഇവൻ മത്സരിക്കാണ്ടെങ്കിൽ ഞാനില്ല കേട്ടോ, ഈ കള്ളന്റെ മോന്റെ കൂടെ ഒന്ന് മത്സരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം. ഈ സമയത്താണ് ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് വരുന്നത്. ഉണ്ണിക്കണ്ണൻ വന്നിട്ട് പറഞ്ഞു, അതെന്താ കള്ളന്റെ മോനാന്ന് ഓർത്തോണ്ട് ഇവന് മത്സരിച്ചുകൂടെ? ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. പിന്നെ ഇവനോട് മത്സരിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും എന്നുള്ള ഭീതി കാണും നീക്കല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, പരാജയപ്പെടുന്നോ? ഞങ്ങളോ? പിന്നെ ഇച്ചിരി ഇല്ലാത്ത ഈ ചെറുക്കൻ്റെ കൂടെ മത്സരിച്ച് ഞങ്ങൾ പരാജയപ്പെടാനായിട്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയണം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മത്സരിച്ച് ജയിച്ച് കാണിക്കാൻ പറയണം. പെട്ടെന്ന് മുതിർന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതെ അത് നടക്കുന്ന കാര്യമല്ല ഇവിടെ, ഇവ മത്സരിക്കണ്ടെന്ന് പറയണം. ഇവനത്ര ശരിയല്ല, ഇവനാ അപ്പന്റെ മോനല്ലേ, അപ്പൊ ആ ഗുണമല്ലേ കാണിക്കുള്ളൂ, അതുകൊണ്ട് ഇവൻ ഇവിടെ നിൽക്കണ്ട. പെട്ടെന്ന് കണ്ണൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറയാനായിട്ട്? ഇവനും മത്സരിക്കട്ടെ. ഇത് ഉറിയടിയല്ലേ, അല്ലാതെ വേറെ മത്സരമൊന്നും അല്ലല്ലോ. ഇവൻ മത്സരിച്ച് ജയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പേടിയാന്ന് തോന്നല്ലേ ഇവനെ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കണം. ഇനിയിപ്പം മത്സരിച്ച് ജയിച്ച് ഇവൻ ആ സ്വർണ്ണമോതിരം കൊണ്ട് പോയാലോ? എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താന്നുള്ളത്. പെട്ടെന്ന് അയാൾ പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണ് ഇവൻ മത്സരിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ കുട്ടിശങ്കരൻ അങ്ങനെ മത്സരിച്ച് കുറെ സമയം അടിച്ചിട്ടും കുട്ടിശങ്കരന് ഉറി പൊട്ടുന്നില്ല. അവസാനം സങ്കടമായിപ്പോയി. പിന്നെ അവസാനം അങ്ങനെ അടിച്ചടിച്ച് അവസാനം ആ ഉറി അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ഉറി പൊട്ടിച്ച് പൊന്മോതിരമൊക്കെ താഴെ വീഴുവാണ്. കുട്ടിനാരായണനും ഉണ്ണിക്കണ്ണനും ഭയങ്കര സന്തോഷമായി. കുട്ടിനാരായണന്റെ അടുത്തേക്ക് ഉണ്ണിക്കണ്ണൻ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം താഴെ വീണ പൊന്മോതിരം എടുത്ത് കുട്ടിനാരായണന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് നിനക്ക് അവകാശപ്പെട്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ സംഘാടകരോടൊക്കെ പറഞ്ഞായിരുന്നു, ഉറിയടി മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിനാരായണൻ അത് കൊടുക്കണം, ആ പൊന്മോതിരം കൊടുക്കണം, അത് കൊടുക്കാതിരിക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് സമ്മതിക്കാതിരിക്കാൻ താരമില്ലായിരുന്നു. അങ്ങനെ അവർ സമ്മതിച്ചായിരുന്നു. അങ്ങനെ പൊന്മോതിരമൊക്കെ ആയിട്ട് ഉണ്ണിക്കണ്ണൻ കുട്ടിനാരായണൻ ഇങ്ങോട്ട് മാറിപ്പോരുവാണ്. അങ്ങനെ പോകുന്നപ്പോഴത്തേനും കുട്ടിനാരായണൻ പറഞ്ഞു, അതെ കണ്ണൻ കാരണം എനിക്കിത് കിട്ടിയത് കേട്ടോ, ഇതിന്റെ അവകാശം ഉണ്ണിക്കണ്ണനാന്ന് പറയണേ. എനിക്കത് വേണ്ടാന്ന് പറയണ. അല്ല ഇത് വെച്ചോ, എനിക്കിത് വേണ്ടാന്ന് പറയാണ്. എന്നെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചേ ഭഗവാനല്ലേ, അപ്പൊ ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറയണത്. പെട്ടെന്ന് ശ്രീകൃഷ്ണൻ അത് വാങ്ങി എന്നിട്ട് പറഞ്ഞു, എനിക്കൊരാൾ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ വഴിയാ മനസ്സിലാവും. എനിക്കിപ്പം മനസ്സോടെ തന്നല്ലേ. വീട്ടിലാണെങ്കിൽ അമ്മ പട്ടിണി ഇരുന്നിട്ട് പോലും അമ്മയുടെ വിശപ്പ് കാണിട്ടായിട്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാതെ ആ കിട്ടിയ സ്വർണ്ണമോതിരം എൻ്റെ ഏൽപ്പിച്ചല്ലേ, അപ്പൊ ഇതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തന്നിരിക്കുമെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് ഗിരിദേവനോട് പറഞ്ഞു, അതെ ഈ കഥയൊന്നും ആരും വിശ്വസിക്കില്ല എന്ന് പറയണ. അതെന്താ ഉണ്ണിമോള് അങ്ങനെ പറഞ്ഞേ? അല്ല, ദൈവങ്ങളും മനുഷ്യരുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ കഥയൊന്നുമേ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. എൻ്റെ മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് ദൈവങ്ങളും ഒന്ന് മനുഷ്യന്മാരുടെ കൂട്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും വിശ്വസിക്കില്ല എന്ന്. അതെന്താ ഉണ്ണിമോൾ അങ്ങനെ തോന്നിയത്? അല്ല എനിക്കറിയാം, പക്ഷേ ഗിരിദേവന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയല്ല. ഗിരിദേവനും അയ്യപ്പസ്വാമിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അതെനിക്ക് പലപ്പോഴും മനസ്സിലായ കാര്യമാണ്. എൻ്റെ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് ഗിരിദേവന് അത്ഭുത ശക്തിയുള്ള കുട്ടിയാന്നുള്ള കാര്യം. ആഹാ, അത് കൊള്ളാലോ.
പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? പിന്നെ മുത്തശ്ശിയല്ല പറഞ്ഞേ, പിന്നെ പറഞ്ഞത് എൻ്റെ അനുപമ ചെറിയമ്മേ മിനി ചെറിയമ്മയും കൂടെയാന്ന് പറയണേ. അവരെന്താ പറഞ്ഞത്? അവൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നിൽക്കും. പറഞ്ഞു പക്ഷെ പറയാൻ പറ്റില്ല എന്നാണ്. അതെന്താ? ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവന് വിഷമാവും. എന്താണല്ലോ ഉണ്ണിമോള് പറ, ഞാനത് കേക്കട്ടെ എന്ന് പറയാണ്. അതെ, അവര് പറഞ്ഞേ ഗിരിദേവന് ചാത്തസേവയുണ്ടെന്ന്. ചാത്തസേവ എനിക്കോ? ഗിരിദേവൻ പൊട്ടിച്ചിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അവര് ശരിയാ ഗിരിദേവന് ഭയങ്കര ചാത്തന സേവയാന്ന് പറയണം. ഗിരിദേവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഉണ്ണിമോൾ അതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിക്കും. ഇല്ല, ഞാൻ വിശ്വസിച്ചില്ല എന്ന് പറയണ. എന്നാ അത് വിശ്വസിക്കേണ്ട സമയം വരുന്നുണ്ട്, ഈ വിഷു ഒന്ന് കഴിയട്ടെ എന്ന് പറയാണ്. അപ്പൊ ഉണ്ണിമോൾ വെച്ച് വിഷു കഴിയുമ്പോഴെന്താ? വിഷു കഴിയുമ്പോൾ ഉണ്ണിമോക്ക് അതൊക്കെ മനസ്സിലാവുമെന്ന് പറയാണ്. പിന്നീട് ഗിരിദേവനോട് ഉണ്ണിമോൾ പറയണം, അതൊക്കെ പോട്ടെ, എനിക്ക് ബാക്കി കഥകളും കൂടെ കേൾക്കണം, അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പൂജയൊക്കെ നടക്കുമായിരുന്നു. അപ്പം സ്ഥലത്തെ കുറെ പ്രമാണിമാരൊക്കെ വന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു പ്രമാണി വന്നിട്ട് തൊഴുതു നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തിരുമേനി വന്നിട്ട് അയാൾക്കുള്ള പുഷ്പാഞ്ജലി പൂജ ചെയ്ത് പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. അതെല്ലാം വാങ്ങിച്ചിട്ട് തിരുമേനിയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ജയദേവനുണ്ടല്ലോ, ഞാൻ പോയ സമയത്ത് എൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ ശ്രമിച്ച, പിന്നെ ഞാൻ വ്യവഹാരമൊക്കെ നടത്തിയാണ് അതെല്ലാം വീണ്ടെടുത്തെ. അതിന് ഭഗവാന്റെ സാന്നിധ്യം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിട്ടല്ലേ ഞാൻ 10 തോല പൊന്നില് ഒരു പൊന്നരഞ്ഞാണം ഭഗവാന് സമർപ്പിച്ചേ. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, അത് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. എങ്ങനെ ഭംഗിയില്ലാതായിരിക്കും? ഞാൻ കുഞ്ഞിക്കണ്ണെ കൊണ്ടല്ലേ അത് പണിയിപ്പിച്ചേ. 10 തോല പൊന്നിലാകുമ്പം ആ പൊന്നരഞ്ഞാണം കൃഷ്ണ ഭഗവാന്റെ അരയെ കിടക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്ന് അറിയാവോന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കുട്ടിനാരായണൻ വരുന്നത്. കുട്ടിനാരായണന്റെ നിപ്പും മൊട്ടും ഇടാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി, എന്താടാ വന്ന് നോക്കി നിൽക്കുന്നത്? നിന്റെ കണ്ണ അരഞ്ഞാണത്തിലേക്കാണല്ലോ. വേണ്ട കേട്ടോ, ഇവിടെ കിടന്ന് നീ കൂടുതൽ കറങ്ങണ്ടെന്ന് പറയാണ്. ഇവിടുന്ന് അയാൾ പ്രമാണിച്ചത് ആരാ ഈ കൊച്ചാരാന്ന് ചോദിക്കണം. ഇതാ കള്ളൻ രാമഭദ്രല്ലേ, അവന്റെ മോന്. ഓ, ഇവനാണോ അത്? ദേ, ഇവനെ പോലുള്ള ഒരുത്തരും നീ ഇങ്ങോട്ട് കൂടുതൽ അടുപ്പിക്കണ്ട കേട്ടോ, ഇവൻ എന്തൊക്കെയാ അടിച്ചോണ്ട് പോകുന്നു പറയാൻ പറ്റില്ല എന്ന് പറയണം. ആകെപ്പാടെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കുട്ടിനാരായണൻ അവിടെ നിന്ന് മാറിപ്പോതെ. ഈ സമയത്ത് ഉണ്ണിക്കണ്ണ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി കുട്ടിനാരായണ? മോത്താകപ്പാട്ടൊരു വിഷമമുള്ളതെന്ന് പറയണം. ഒന്നുമില്ല. അല്ല, എന്തോ കാര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് പറ. അല്ല, നമ്മളിനി എന്നാ കാണുന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ക്ഷേത്രത്തിലേക്ക് വരത്തില്ല ഇരിക്കണം? ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. ഞാനിങ്ങനെ എപ്പോഴും വന്ന തിരുമേനിക്ക് സംശയമാവും, തിരുമേനി എന്നെ ചീത്ത പറയും, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം. ഓ, അതാണോ കാര്യം? എന്നാലും കാര്യം ചെയ്യാൻ, ക്ഷേത്രത്തിലേക്കല്ലേ വരാൻ പറ്റില്ലാത്തുള്ളൂ. അപ്പുറത്ത് മാറിയൊരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് എന്നും അവിടെ വെച്ച് കാണാന്ന് പറയണം. പിന്നീട് കുട്ടിനാരൻ പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. അന്നതിന് അധികം വരെ വൈകണ്ട കേട്ടോ, വീട്ടിലേക്ക് പോക്കോ, അമ്മ അന്വേഷിക്കുമെന്ന് പറയാണ്. പിന്നീട് കുട്ടിനാരായണൻ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഉണ്ണിമോളി ചോദിച്ചു, അല്ല, കഥകളൊക്കെ ഇത്ര എനിക്ക് മനസ്സിലായി, പിന്നീട് എന്താ സംഭവിച്ചത്? ഉണ്ണിക്കണ്ണൻ എന്തോ ഗിഫ്റ്റ്, ഒരു സമ്മാനം, വലിയ സമ്മാനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിനാരായണൻ വലിയ സമ്മാനം കൊടുത്തോന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗിരിദേവൻ പറഞ്ഞു, കൊടുത്തു, അത് ഏറ്റവും വലിയ സമ്മാനമാണ് കൊടുത്തതെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ കുട്ടിനാരായണൻ ഇങ്ങനെ വരുവാണ്. ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലോ. അപ്പൊ അവിടെ വന്ന് ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടിനാരായണൻ സന്തോഷമായി. കുട്ടിനാരായണൻ പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു സന്തോഷമായത്, എന്നെ കാണാൻ വീണ്ടും ഭഗവാൻ വന്നല്ലോ എന്ന് പറയാണ്. എനിക്ക് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നിട്ടുണ്ടെങ്കിൽ അതിന് 10 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരുമെന്ന്. അല്ല, എന്ത് സമ്മാനം എനിക്ക് തരാൻ പോകുന്നേ? പെട്ടെന്ന് എന്ത് ചെയ്യുക, അരയെ കിടക്കുന്ന പൊന്നരഞ്ഞാണം അങ്ങോട്ട് എടുത്ത് കാണിക്കണേ. ഇതാ നിനക്ക് സമ്മാനമായിട്ട് ഞാൻ തരാൻ പോകുന്നു പറയണ. കുട്ടിനാരൻ്റെ മുഖം അങ്ങോട്ട് മാറി. ഇതോ? എൻ്റെ ദൈവമേ, അത് വേണ്ട ഭഗവാനെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കാണാനായിട്ട്, എന്ത് ഭംഗിയാ ഇത് കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു ഭഗവാന്റെ അരയെ ചുറ്റി ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. ഇതെനിക്ക് വേണ്ടാന്ന് പറയാം. അത് പറഞ്ഞാൽ പറ്റില്ല, ഇത് വാങ്ങണം. ശരിയാവത്തില്ല, ഇതുമായിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലേ അമ്മ എന്നെ വഴക്ക് പറയും, ഇതെനിക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല എന്ന് പറയണം. പെട്ടെന്ന് കുട്ടിനാരായണനോട് ഉണ്ണിക്കണ്ണൻ പറയാം, അതൊന്നും നീ കാര്യം വെക്കണ്ട കേട്ടോ, അമ്മേനെ കാണിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ മതി, എന്നിട്ട് ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണേ. അമ്മ അതൊന്നും വിശ്വസിക്കില്ല, ഉണ്ണിക്കണ്ണൻ തന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അമ്മ കളിയാക്കുള്ളൂ, പോരെങ്കിൽ എനിക്കൊരു നല്ല അടിയും തരുമെന്ന് പറയാണ്. ഞാനിത് കൊണ്ടുപോകുന്നില്ലെന്ന് പറയാം. അത് പറഞ്ഞാൽ പറ്റില്ല, നീ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ മുതൽ നിന്നോടൊപ്പം കളിക്കാൻ ഞാൻ വരില്ല എന്ന് പറയാണ്. അതിനുശേഷം ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്യാണ്, ആ അരഞ്ഞാനും എടുത്ത് കുട്ടിനാരായണന്റെ അരയിലേക്ക് അങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആയതുകൊണ്ട് എല്ലാവരും ക്ഷേത്രത്തിൽ ഇങ്ങനെ തൊഴാൻ വരുവാണ്. അപ്പൊ ഈ അരഞ്ഞാണം കൊടുത്ത ആളും കൂടെ തൊഴാൻ വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം തൊഴുതുകൊണ്ടിരിക്കുമ്പോഴത്തേനും 1-2 സ്ത്രീകളും കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ അവര് തിരുമേനിയോട് ചോദിച്ചു, അല്ല തിരുമേനി, പൊന്നരഞ്ഞാണം കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, എന്നിട്ട് കണ്ടില്ലോ എന്ന് പറയണേ. കണ്ടില്ലേ, അതിനകത്തുണ്ട്, ശരിക്കും ഒന്ന് നോക്കാൻ പറയണേ. ഇല്ല തിരുമേനി, ഇല്ല എന്ന് പറയണേ. അപ്പോഴാണ് തിരുമേനി നോക്കുന്നത്. തിരുമേനി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പൊന്നരഞ്ഞാണം കാണുന്നില്ല.
എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, അത് ആരെടുത്തോണ്ട് പോയെന്നോർത്തോണ്ട് അവിടെ എല്ലാം തരുവാണ്. പക്ഷെ ഒരിടത്തും കണ്ടില്ല. ആ സമയത്ത് പ്രമാണി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അത് ആ പൊന്നരഞ്ഞാണം കാണുന്നില്ല. ഏത്? ഞാൻ തന്നോ? അതെന്ന് പറയണം. ഓഹോ, അപ്പൊ നീയും കൂടെ കൂട്ടുകാരൻ ചതിക്കോ അല്ലേ? സത്യം പറഞ്ഞോ, നീ അതെടുത്ത് അടിച്ചു മാറ്റിയില്ലേ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ അതെടുത്ത് അടിച്ചു മാറ്റിയുള്ളെന്ന് പറയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വൈകുന്നേരത്തിന് മുമ്പ് ആ പൊന്നരഞ്ഞാണം കൊണ്ടുവന്ന് ഭഗവാന് കെട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പിന്നെ അറിയാലോ. ഞാൻ ആരാടെ നീ ശരിക്കും തിരിച്ചറിയുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ തിരുമേനി നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.